സ്നേഹമുള്ളവരെ, ആനന്ദത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്തുമസ്. ചിരിക്കാൻ അറിയാത്തവർക്കും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത ലഭിച്ച ദിവസമാണ് ക്രിസ്തുമസ് ദിവസം. എല്ലാ ഹൃദയങ്ങളിലും സന്തോഷം കൊടുക്കുക, അതുമാത്രമായിരുന്നു ഈശോയുടെയും ആഗ്രഹം. ജീവിതത്തിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതും ഈ സന്തോഷം നഷ്ടപ്പെടരുതേ, എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകണേ, അത് തന്നെയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. സന്തോഷം ഇല്ലാത്തവരുടെ അടുത്തുനിന്ന് നമ്മൾ ചിലപ്പം ഓടി മാറി നിൽക്കാറുണ്ട്. സന്തോഷം കിട്ടില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. സന്തോഷം തരുന്നവരുടെ അടുത്ത് നമ്മൾ അറിയാതെ ചേരാറുമുണ്ട്. ചിലർ നമ്മളെ കാണുമ്പം അവരുടെ സങ്കടവും അവരുടെ പരിഭവങ്ങളും കുഞ്ഞുനാൾ തൊട്ടുള്ള സങ്കടത്തിൻ്റെ കഥകളൊക്കെ പറയാൻ തുടങ്ങും. സത്യത്തിൽ അത് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല, ശരിയല്ലേ? ഈ പണ്ടത്തെ സങ്കടക്കഥകളും ഇന്നലകളിലെ എല്ലാ തിക്താനുഭവങ്ങളും അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ കേൾക്കുന്നവരിൽ സന്തോഷത്തിന് പകരം അസ്വസ്ഥതയായിരിക്കും ഉണ്ടാകുക. ചിലപ്പം ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഭയങ്കര മുൻകോപമാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും, 10 മിനിറ്റ് കഴിയുമ്പോൾ ശാന്താവും, പിന്നെ വന്ന് സോറിയൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകൾ, മുൻകോപത്തോടെ അല്ലെങ്കിൽ അരിശത്തോടെയുള്ള വാക്കുകളൊക്കെ ആ അന്തരീക്ഷത്തിൻ്റെ തന്നെയും സന്തോഷം തല്ലിക്കെടുത്തും, ശരിയല്ലേ? ആ സ്ഥലത്ത് പോലും സന്തോഷത്തിൻ്റെ ഒരു കണിക പിന്നെ കിട്ടുകയില്ല. കാരണം ആ ഹൃദയങ്ങൾ മുഴുവനും മുറിയപ്പെട്ടു. എല്ലാവർക്കുടെ ഉള്ളിലും സങ്കടമായി. ദേഷ്യത്തോടെയുള്ള സംസാരവും പെരുമാറ്റവും പ്രവൃത്തികളൊക്കെ. ചില വീടുകളിലൊക്കെ ചെന്ന് കയറിയാൽ ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ, ദൈവമേ ഇതെന്തോരു വീടാണ്, നരകം പോലത്തെ വീടാണല്ലോ എന്നൊക്കെ തോന്നിപ്പോവും ചിലപ്പം. കാരണം ആ വീട്ടിനുള്ളിൽ സന്തോഷമില്ല. സന്തോഷം കൊടുക്കുന്നവരില്ല, സന്തോഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരില്ല. അതുകൊണ്ടാണ് ഉള്ളിൽ സന്തോഷം എപ്പോഴും നിറയ്ക്കണമെങ്കിൽ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നമുക്ക് നിറയ്ക്കാൻ പറ്റും. ഒന്ന് ഓർത്തു നോക്കി, രാവും പകലും പണിയെടുത്തു, ഒരു ദിവസം പോലും വിശ്രമം എടുത്തിട്ടില്ല, എല്ലാ ദിവസവും പണിയാണ്, ഓവർ ടൈം എടുത്തിട്ട് വരെയും ജോലിയാണ്. വീട്ടിൽ ചെല്ലുമ്പം നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം കൊടുക്കണില്ലെങ്കിൽ അതൊരു പരാജയമല്ലേ? ആ ജീവിതം ഒരു പരാജയമല്ലേ? ആ കഷ്ടപ്പാട് മുഴുവനും വെറുതെ ആയില്ലേ? എന്നെ കാണുമ്പോൾ വീട്ടിലുള്ളൊരു വന്നു എൻ്റെ പൊന്നോ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആ ജീവിതം പരാജയമാണ്. പക്ഷേ നമുക്ക് ഈ പരാജയം പോലെ തോന്നിക്കുന്ന നമ്മുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കാം, ആനന്ദം കൊണ്ട് നിറയ്ക്കാം. ഉള്ളിൽ ഈശോ വന്നാൽ മതി. സങ്കീർത്തനം 16-ാമത്തെ സങ്കീർത്തനത്തിൽ 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, ശാശ്വതമായ സന്തോഷം അങ്ങയുടെ വലത് കൈയിലുണ്ട്. ആനന്ദത്തിൻ്റെ ഉറവിടം ദൈവമാണ്. പ്രാർത്ഥനയിൽ ആഴപ്പെടുന്ന ഒരു വ്യക്തിക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റുകയില്ല. പ്രാർത്ഥനയിൽ ആഴമുള്ളൊരു വ്യക്തി പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വളരെ എളുപ്പത്തിൽ തരണം ചെയ്യുന്നവരാണ്. അവരൊന്നിൻ്റെയും മുന്നിൽ പെട്ടെന്ന് പകച്ച് നിന്ന് ഏതാനും നിമിഷങ്ങൾ നിന്നാലും അടുത്ത നിമിഷത്തിൽ അവർ ഉണർവുള്ളവരായി. അവരുടെ ഉള്ളിൽ സമാധാനം നിറയ്ക്കാൻ തുടങ്ങും, അവരുടെ ഉള്ളിൽ ആനന്ദം നിറയാൻ തുടങ്ങും. ചുറ്റും തീ കത്തുകയാണ്, ആളിപ്പിടിക്കുന്ന തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ശാന്തതയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ സ്വസ്ഥതയാണ്, സമാധാനമാണ്. എന്ത് പ്രശ്നം വന്നാലും അവർ ഹാപ്പിയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുത്ത് നോക്കിയേ. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 46-47 വചനങ്ങളിൽ അമ്മ പറയുന്നില്ലേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എങ്ങനെയാ അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റിയത്? എങ്ങനെയാ അമ്മയ്ക്ക് ഇത് പറയാൻ ധൈര്യം കിട്ടിയത്? ഉള്ളിൽ സന്തോഷമാണ്. സത്യത്തിൽ മംഗളവാർത്ത കേട്ട ആ സമയം മുതൽ പാവം എത്രയധികം മാനസിക ക്ലേശം ഉണ്ടായി. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് അടുത്തുള്ളവരോട്, നാട്ടുകാരോട്, വീട്ടുകാരോട് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അവരെങ്ങനെ ഉൾക്കൊള്ളും? അതുവരെയും പരിശുദ്ധാത്മാവ് ആരാന്നോ, ഇങ്ങനെയൊക്കെ ഈശോ വരുമെന്നോ, ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഗർഭിണിയാവുന്നോ ആരെങ്കിലും ചിന്തിക്കുമോ? ചിന്തിക്കുന്നൊരു കാലഘട്ടമാണോ? നെവർ. ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അവരെല്ലാം പരിഹസിക്കും, അവരെല്ലാം തെറ്റിദ്ധരിക്കും, അവരെല്ലാം കുറ്റപ്പെടുത്തും. ഈ അമ്മയുടെ മനസ്സിൽ എന്തേരെ മാനസിക ക്ലേശം ഉണ്ടായിട്ടുണ്ടാവും. പോട്ടെ, യൗസപിതാവിനോട് പറയാൻ പറ്റുമോ? യൗസപിതാവ് വിശ്വസിക്കുമോ? ഇനി കല്യാണം നടക്കുമോ? വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി കല്യാണം നടക്കുമോ? ഇനി ആളുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? വേറെ ടെൻഷൻ. ഇനി മാതാപിതാക്കളുടെ അടുത്ത് പോയിട്ട്
അപ്പച്ചാ അമ്മേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇതേ ഗബ്രിയേൽ ദൂതൻ വന്നു സന്ധ്യാ നേരത്ത്, ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്താണ് വന്നത്, ഇതേ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ മനസ്സിലാക്കുമോ? അവർ വിശ്വസിക്കുമോ? അവർ കൂടെ നിൽക്കുമോ? അവർ സഹായിക്കുമോ? ആരുണ്ടാവും ഈ അവസ്ഥയിൽ സഹായിക്കാൻ? പരിശുദ്ധ അമ്മ അതിൻ്റെ നടുവിൽ നിന്നിട്ട് പറയാൻ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ചുമ്മാ പറഞ്ഞതല്ല, ഇത് വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. പറഞ്ഞില്ലെങ്കിൽ ആർക്കെങ്കിലും ഫീൽ ചെയ്യില്ലോ? നോ, അങ്ങനെയൊന്നുമല്ല. അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞ ആനന്ദമാണ്, അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷമാണ്. ഈശോ രൂപപ്പെട്ട സമയം മുതൽ ഈ പരിശുദ്ധ അമ്മയ്ക്ക് സന്തോഷിക്കാനേ പറ്റുന്നുള്ളൂ. സങ്കടമില്ല അമ്മയ്ക്ക്, പരിഭവവും ഇല്ല, കംപ്ലൈൻറ്റ് ഇല്ല, പിറുപിറുപ്പില്ല, ഒന്നിനെക്കുറിച്ചും ഒരു കണക്ക്, വേദനയുടെ കണക്കുകൾ അമ്മയുടെ മനസ്സിലില്ല. ഇന്നലെ വരെ സഹിച്ച സഹനങ്ങളുടെ കണക്കുകളൊക്കെ അമ്മ മായ്ച്ചു കളഞ്ഞു. അമ്മ അത് മുഴുവനും മായ്ച്ചു കളഞ്ഞു. അത് മണ്ണിൽ എഴുതിയ പോലെ കംപ്ലീറ്റ് പോയി. പിന്നെ അമ്മയുടെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഉള്ളത് അമ്മ വിളിച്ചു പറയുകയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ആനന്ദമേ ഉള്ളൂ. ഈ ഒരു ആനന്ദം ഈ ക്രിസ്തുമസിന് ഒരുങ്ങുന്ന നാളുകളിൽ നമ്മുടെ ഉള്ളിലും നിറയ്ക്കണം, ആനന്ദം കൊണ്ട് നിറയ്ക്കണം. എല്ലാ രീതിയിലും പ്രതികൂലങ്ങളേ ഉള്ളൂ. പൈസ ഇല്ല, കടബാധ്യത മാത്രം, കൊറോണയല്ലേ, ജോലിയില്ലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടില്ലേ, ഒന്നുമില്ലല്ലോ, സ്വന്തമായിട്ട് പറയാൻ ഒന്നുമില്ലല്ലോ, നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ആനന്ദിക്കുന്നു എന്ന് പറയാൻ ഈ ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആവശ്യമാണ്. ആനന്ദിക്കാൻ, എല്ലാറ്റിൻ്റെയും നടുവിൽ സന്തോഷിക്കാനും സ്വന്തം വേദനകളെ മറന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അത് വലിയൊരു കൃപയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും പറ്റുന്നൊരു കൃപ. ഉള്ളിൽ ആനന്ദമുള്ളവർക്കേ കൊടുക്കാൻ പറ്റൂ. ഉള്ളിലില്ലാത്ത ആനന്ദം എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ കണ്ണുനീരിൻ്റെ നടുവിലും ചിലർ പറയല്ലേ, എൻ്റെ കണ്ണുനീരൊന്നും കുപ്പിയിൽ ശേഖരിച്ച തികയല്ല. സങ്കീർത്തകൻ പറഞ്ഞു, കണ്ണുനീരൊക്കെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ച തികയല്ല, ലിറ്റർ കണ്ണുനീരുണ്ട്. ഈ കണ്ണുനീരൊക്കെ എവിടെ കൊണ്ട് ശേഖരിക്കും? ആരെ കൊണ്ടാവും ശേഖരിച്ചെടുക്കാൻ? എത്ര കണ്ണുനീരുണ്ടെങ്കിലും, കണ്ണുനീര് കൊണ്ട് ദിവസവും മുഖം കഴുകുന്ന മകളുമാണ് നീയെങ്കിലും അതിൻ്റെ നടുവിലും ആനന്ദിക്കാൻ നിനക്ക് പറ്റും. എങ്ങനെയെന്നറിയോ? ഈശോ ഉള്ളിൽ നിറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു മകനും മകളുമാണ് നീയെങ്കിൽ നിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. ഒരു സംശയവും വേണ്ട. കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരിയെ പരിചയപ്പെട്ടു. അവൾ നല്ല മിടുക്കിയാണ്, നല്ല സുന്ദരി കുട്ടിയാണ്. മക്കളൊക്കെ വളർന്ന് ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ ആയി. ഒരു 15 വയസ്സിന് മേലെ 3 മക്കൾ, നല്ല മിടുക്കരായിട്ടൊക്കെ പഠിക്കുന്നു. പക്ഷേ ഈ ഭർത്താവെന്ന് പറയുന്ന ആൾ വിവാഹത്തിന് മുൻപും പള്ളി പോക്കില്ല, വിവാഹത്തിന് ശേഷവും പള്ളി കണ്ടിട്ടില്ല, പള്ളിയിൽ പോകുകയില്ല. കുടുംബ പ്രാർത്ഥന അദ്ദേഹത്തിന് അറിയത്തില്ല, കുരിശ് വരയ്ക്കാനൊന്നും അറിയത്തില്ല. അത് അങ്ങനെയൊക്കെ ബാക്കിയുള്ളവർ ചെയ്യും. അത് തന്നെ. മദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു പച്ചവെള്ളം കുടിക്കണ പോലെയാണ്, എല്ലാ നേരവും അത് കിട്ടിക്കൊണ്ടിരിക്കണം. ഒരു സിപ്പ് അത് വേണം, ഇല്ലെങ്കിൽ പറ്റില്ല. മദ്യം കഴിച്ചാലും കുഴപ്പമില്ലെന്നല്ല, ആ മദ്യം കഴിക്കണ അവസ്ഥയിലും ബഹളം, വഴക്ക്, എല്ലാ സമയവും വീട്ടിൽ അസ്വസ്ഥതയാണ്. എവിടേക്കെങ്കിലും ഇദ്ദേഹം പുറത്ത് പോകുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഈശോയെ സമാധാനം, ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഒരു സ്വസ്ഥതയുണ്ട്, അങ്ങനെ പറഞ്ഞു പോകും. കാരണം അത്രയും വിഷമാണ് ഈ വ്യക്തിയെക്കുറിച്ച് വീട്ടിലുള്ള എല്ലാവർക്കും. ഒരിറ്റ് സന്തോഷം അദ്ദേഹത്തിന് സമാധാനമില്ല, സന്തോഷമില്ല, അത് കൊടുക്കാനും അറിയത്തില്ല. ഈ വ്യക്തിയുടെ സാന്നിധ്യം ആ വീട്ടിൽ എന്നും ഒരു വേദനയുടെ കാരണമാണ്. ഈ സഹോദരി ഞാൻ ഓർക്കുന്നു, ആദ്യം കാണുമ്പോഴൊക്കെ മുമ്പിൽ വന്നിരുന്ന് സിസ്റ്ററേന്ന് വിളിക്കണത് കേൾക്കാം, പിന്നെ കരച്ചിലാണ്. മുഴുവൻ സമയം ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ കരയും, നിർത്താതെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അടിച്ചതും ഇടിച്ചതും വേദനിപ്പിച്ച വാക്കുകൾ പറഞ്ഞതും ഒരുപാട് ദ്രോഹിച്ചതും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദേഹോപദ്രവങ്ങളും അത് മുഴുവനും പറയും. എല്ലാം കേട്ടിരിക്കും. അവസാനം പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറയും, വേറെ നമുക്കൊന്നും ചെയ്യത്തില്ല. ആ സഹോദരൻ്റെ അടുത്തേക്ക് നമുക്ക് ആർക്കും അടുക്കാൻ പറ്റില്ല, അവൻ ആരോടും സംസാരിക്കാനും വരത്തുമില്ല. ആ സഹോദരിയെ ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം കാണുകയുണ്ടായി. ആദ്യം കാണുമ്പം കരഞ്ഞുകൊണ്ടിരുന്ന സഹോദരി ഇപ്പം കരച്ചിലൊന്നുമില്ല, നല്ല മിടുക്കിയായി, നല്ല ഗ്രേസാണ് ആ മുഖത്ത് കാണുമ്പോൾ തന്നെ. എന്നാണ്ട് വിശേഷം, സന്തോഷമാണോ? ചോദിച്ച പാടെ എന്നോട് പറഞ്ഞു, സിസ്റ്റർ കരയുന്ന സ്ത്രീയെ ഇനി നിങ്ങൾ കാണില്ല, ആ സ്ത്രീയെ ഞാൻ കൊന്നു, കരയുന്ന സ്ത്രീനെ ഇല്ല, ഞാൻ ഹാപ്പിയാണ്, ഈശോയുടെ കൂടെ സന്തോഷത്തിലാണ്. എങ്ങനെ ഹാപ്പി ആവാൻ പറ്റണത്? അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥിക്കും, രാത്രിയും പകലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്, ഈശോയോട് വലിയൊരു സൗഹൃദം സ്ഥാപിച്ചെടുത്തു. ഒത്തിരി സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കൊറോണ കാലത്ത് എന്നോട് പറയാൻ, ഒരു ദിവസം പോലും കുർബാന മുടങ്ങിയില്ല, വിശുദ്ധ ബലി ഒറ്റ ദിവസം പോലും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോലും ടി വിയിൽ കാണേണ്ടി വന്നല്ലോ ചില ദിവസം. ഇല്ല സിസ്റ്റർ, എനിക്ക് ഒറ്റ ദിവസം പോലും വിശുദ്ധ ബലി മുടങ്ങിയില്ല.
എനിക്ക് അതിനുള്ള അവസരം ഈശോ ഒരുക്കി തന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കാൻ ഈശോ എന്നെ അനുവദിച്ചു. ഈശോയും ഞാനും നല്ല സൗഹൃദത്തിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരല്പം പോലും ശമനം ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡ് അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. മക്കൾ ഹസ്ബൻഡിനെ കണ്ട് പഠിച്ച് ഏകദേശം അതേ വഴിയിലേക്ക് തന്നെ മക്കളും വരുന്നു. വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്. എനിക്കിതൊന്നും എൻ്റെ മനസ്സിനെ കീഴടക്കുന്നില്ല. ഈ സങ്കടമൊന്നും എന്നെ അങ്ങ് തകർക്കുന്നില്ല. ഒരു നാളിൽ ഇതിൻ്റെ അടിയിൽ കിടന്ന് ഞാൻ വേദനിച്ച് അസ്വസ്ഥപ്പെടുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മീതെ കയറി നിൽക്കാൻ എൻ്റെ ഈശോ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോ എനിക്ക് ബലം തരുന്നുണ്ട്. സന്തോഷം തോന്നി ആ സഹോദരിയുടെ സംസാരങ്ങളും ആ സഹോദരിയുടെ അനുഭവങ്ങളും കേട്ടപ്പം. ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾക്ക്, ഈശോയുമായി നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന ജീവിതങ്ങൾക്ക് ഹൃദയത്തിൽ ആനന്ദമുണ്ട്. അവർ പരാതി പറയുന്നവരാകില്ല. അവരൊരിക്കലും സന്തോഷം ഇല്ലാത്ത അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ അതിന് മുദ്രിക പോലും ഇല്ല. അവരുടെ ഉള്ളിൽ എപ്പോഴും ആനന്ദമാണ്. ആ ആനന്ദം, ആ സമാധാനം, ആ സ്നേഹം അനേകരുമായി പങ്കുവയ്ക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഹൃദയത്തിൽ ആനന്ദം വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പ്രോത്സാഹിപ്പിക്കുന്ന, അംഗീകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രശംസിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം വർദ്ധിക്കും. ശരിയല്ലേ? ഓർത്ത് നോക്കിയാൽ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ ആരെങ്കിലും കേട്ടിട്ട് കരയോ? ഇല്ല. അംഗീകരിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് ആരെങ്കിലും കരയോ? ഇല്ല. നല്ല വാക്കുകളൊക്കെ ഉണർത്തുന്ന അല്ലെങ്കിൽ ഉണർവ് നൽകുന്ന വാക്കുകളും പെരുമാറ്റങ്ങളൊക്കെ ആനന്ദം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. ഈശോ എപ്പോഴും അങ്ങനെയായിരുന്നു. ആരെങ്കിലുമൊക്കെ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഈശോ കണ്ടിട്ട്, സ്ത്രീയെ എന്തിനാ നീ കരയണത്? മഗ്ദലന മറിയം ഈശോയുടെ മരണശേഷം കരഞ്ഞുകൊണ്ട് നടന്നില്ലേ? എവിടെയാ ഈശോയെ എടുത്തുകൊണ്ട് പോയത്? ആരെ എടുത്തുകൊണ്ട് പോയത്? കാണുന്നവരോടൊക്കെ കരയാൻ. ഈശോ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, സ്ത്രീയെ എന്തിനാ നീ കരയണത്? നീ എന്തിനാ കരയണത്? സന്തോഷമായിട്ടിരിക്കുക. അതല്ലേ അതിൻ്റെ അർത്ഥം? സന്തോഷമായിട്ടിരിക്കുക, ഞാനിവിടെ ഉണ്ട്, സന്തോഷമായിട്ടിരിക്കുക. ഈശോ എല്ലാവരോടും പറയണത് അത് തന്നെയാണ്. ഇനി കരയണ്ട, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എല്ലാവരോടും ഈശോയ്ക്ക് ഇതേ പറയാനുള്ളൂ. ഞാൻ ഓർക്കുന്നു, മറ്റൊരു സഹോദരി കുറച്ച് നാൾ മുമ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഒരു സിസ്റ്ററായിട്ട് ഒരു കൊല്ലൊക്കെ ആയിട്ടുള്ളൂ. പ്രാർത്ഥിക്കാൻ വന്നിരുന്നതേ ഭയങ്കര ഒരു ആനന്ദം നിറയുകയാണ്. ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം. എനിക്ക് മനസ്സിലായി, ഈ സിസ്റ്ററിൻ്റെ ഉള്ളിലും ഇത്രയും ആനന്ദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യണത്. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പം ഞാൻ കാണുന്നത് കുറേ തക്കാളിയാണ്. ഒരു കൊട്ടയിൽ നിറച്ച് തക്കാളി ഇരിക്കണ കാണുകയാണ്. ചോദിച്ചാൽ എന്നാ തക്കാളി കാണുന്നതന്നെ? തക്കാളിയോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ചോദിച്ചപ്പം സിസ്റ്റർ ഒറ്റ ചിരിയാണ്. സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞാനേ പരിശീലനം നേടിക്കൊണ്ടിരിക്കും. സിസ്റ്റർ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷി ചെയ്യാനൊക്കെ എല്ലാവരും ഇങ്ങനെ തയ്യാറെടുത്തപ്പം എനിക്ക് തക്കാളി തൈ നടണമെന്ന് വലിയൊരു ആഗ്രഹം. അങ്ങനെ 100-150 തക്കാളി തൈകൾ പാകി മുളപ്പിച്ച് നന്നായി പരിചരിച്ച് അതിനെ കുഴിയൊക്കെ എടുത്ത് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വളരെ ഭംഗിയായി പരിപാലിച്ചുകൊണ്ട് വരികയാണ്. ഒരു 100-150 തൈകളുണ്ട്. നല്ല പ്രതീക്ഷയോടെ വളർത്തുകയാണ്. നന്നായിട്ട് വരുന്നുമുണ്ട്. അധികം വൈകിയില്ല, സിസ്റ്ററിൻ്റെ മനസ്സിൽ പ്ലാനുകളായി. തക്കാളി ഇനി കിലോ കണക്കിന് ഇങ്ങോട്ട് വരും. തക്കാളി ഇങ്ങനെ വരുമ്പം 2 കിലോ പ്രൊവിൻഷ്യൽ ഹൗസിൽ കൊടുക്കണം, 2 കിലോ ഇപ്പുറത്തെ കോൺവെൻറ്റിൽ കൊടുക്കണം, 2 കിലോ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ പ്ലാനുകളൊക്കെയായി. ഈ പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തക്കാളി തൈകൾ മുഴുവനും ഉണങ്ങിപ്പോയി. മൊത്തം ഉണങ്ങിപ്പോയി. പിന്നെ തക്കാളിയുടെ അഡ്രസ്സ് അവിടെ ഇല്ല. ഈ സഹോദരിക്ക് സങ്കടമായി. പക്ഷെ വിട്ടു. ഈശോയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ, അത് വിട്ടു. പക്ഷെ കാണുന്നവർ പേരിട്ടു ഈ സഹോദരിക്ക് തക്കാളി സിസ്റ്റർ. തക്കാളി എന്ന് പറഞ്ഞിട്ടേ അറിയത്തുള്ളൂ. എന്ത് പറഞ്ഞാലും ആരും ഉടനെ പറയും തക്കാളി എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. ഇവിടേക്ക് വരുന്നതിന് 2 ദിവസം മുമ്പ് കോൺവെൻറ്റ് അവരുടെ അധികാരി മിസ്ട്രസിനെ വിളിച്ചിട്ട് പറയാൻ, സിസ്റ്ററെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോവാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഉടനെ ആ സിസ്റ്റർ പറയാം, മോളെ നിന്നെ ഞങ്ങൾ ഇന്നലെ ഓർത്തതേ ഉള്ളൂ, ഇവിടെ എല്ലാവരും എന്തേ തക്കാളിത്തൈ നടാൻ പോവാണ്, നിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, നിനക്ക് സന്തോഷമാണോ, സുഖമാണോ? എന്നോട് ഈ സിസ്റ്റർ പറയാം, സിസ്റ്ററെ എന്നെ എല്ലാവരും അറിയണത് ഈ തക്കാളിയുടെ പേരിലാണ്, തക്കാളി എന്നാണ് എന്നെ എല്ലാവരും വിളിക്കണത്. അപ്പോൾ ഈശോയ്ക്ക് എന്നെ അറിയാമല്ലേ, ഈശോ ഇത് ഓർത്തോണ്ടിരിക്കുകയല്ലേ, ഈശോയുടെ മനസ്സിൽ തക്കാളി ഉണ്ടല്ലേ. ചെറിയ കാര്യമാണ്, വലിയ കാര്യമല്ല. പക്ഷേ ആ സഹോദരിയുടെ മനസ്സിലെ സന്തോഷം
വർദ്ധിക്കാൻ അത് കാരണമായി. ഈശോയും ഇത് ഓർത്തിരിക്കുന്നുണ്ട്. ഈശോയ്ക്ക് അറിയാം ആരൊക്കെ എങ്ങനെയൊക്കെ പെരുമാറുന്നു, ആരൊക്കെ എങ്ങനെയൊക്കെ എന്നെ സന്തോഷിപ്പിക്കുന്നത്, അത് ഇരട്ടിയായി തരാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. പ്രോത്സാഹനത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വാക്കുകളൊക്കെ സന്തോഷം വർദ്ധിപ്പിക്കും. ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെയുള്ളവരോട് നല്ല വാക്കുകൾ, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് പറയാൻ ആഗ്രഹിക്കാം. അംഗീകാരം കൊടുക്കുന്ന, പ്രോത്സാഹനം കൊടുക്കുന്ന ഒന്ന് നല്ല വാക്കൊക്കെ ഒന്ന് പറയാൻ നമുക്ക് ആഗ്രഹിക്കാം. നന്നായിട്ടുണ്ട് കേട്ടോ, മിടുക്കിയ കേട്ടോ, എന്ത് രസമായിട്ടാണ് ചെയ്തത്, എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തത്, കൺഗ്രാജുലേഷൻസ്. അതൊക്കെ കേൾക്കാൻ എല്ലാ ഹൃദയങ്ങളും ആഗ്രഹിക്കും. നമുക്കത് പങ്കുവെക്കാൻ ആഗ്രഹിക്കാം. അംഗീകാരത്തിൻ്റെ വാക്കുകൾ, പ്രശംസയുടെയും പ്രോത്സാഹനത്തിൻ്റെ ഒക്കെ വാക്കുകൾ, സ്നേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നമുക്ക് സൂക്ഷിക്കാം. മൂന്നാമതായിട്ടൊരു കാര്യം കൂടെയാണ് ആനന്ദം വർദ്ധിപ്പിക്കാൻ. എന്താണെന്നറിയാവോ? ചില കാര്യങ്ങളോട് ഒരു ഉപേക്ഷ വരുത്തുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണത് വളരെ നല്ലതാണ്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ലോകം നമ്മളോട് പറയും ചിലതൊക്കെ വെട്ടിപ്പിടിക്കണം, നേടിയെടുക്കണം, സമ്പാദിച്ചെടുക്കണം, എന്നാലാണ് ജീവിതത്തിൽ ആനന്ദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ തിരുവചനം നമ്മളോട് പറയും ചിലതൊക്കെ കളയണം, ചിലതൊക്കെ മാറ്റണം, ചിലതൊക്കെ ഉപേക്ഷിക്കണം, ചില പരിത്യാഗങ്ങളൊക്കെ ചെയ്യണം, ഉപവാസം എടുക്കണം, കഷ്ടപ്പെടണം, ത്യാഗം സഹിക്കണം, എന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ. വചനം പറയണത് സ്വീകരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളും, ഈ ലോകം വച്ച് നീട്ടുന്ന സുഖ സൗകര്യങ്ങളും, ഈ ലോകം വച്ച് നീട്ടുന്ന ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങളും സന്തോഷങ്ങളും അത് നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയാൻ, മാറ്റിവെക്കാൻ, ഉപേക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഹൃദയത്തിൽ ആനന്ദമുണ്ട്, സമാധാനമുണ്ട്. സത്യമായിട്ടും ഹൃദയത്തിൽ സന്തോഷം നിറയും. എത്രത്തോളം വെട്ടിപ്പിടിക്കണം, എത്രത്തോളം കൂട്ടിവെക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നിന്റെ സന്തോഷം പോയിക്കൊണ്ടേയിരിക്കും. ഉപേക്ഷിക്കാൻ നീ മനസ്സ് വെക്കും തോറും നിന്റെ ഹൃദയത്തിലെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ആനന്ദത്തിൻ്റെ അളവ് പിന്നെ നിനക്ക് അളന്നെടുക്കാൻ പറ്റില്ല. അത്രയും ആനന്ദം നിറയും. എല്ലാ സന്തോഷങ്ങളും, എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെക്കാൻ നിനക്ക് പറ്റണം. മദർ തെരേസനെ ഓർക്കണില്ലേ? മദർ തെരേസ ഒരു കോൺവെൻറ്റിൽ സേഫായിരുന്നു, സന്തോഷമായിട്ട് കഴിയാം, സംതൃപ്തിയായിട്ട് കഴിയാം, ഒരു വിഷയമില്ല. കോൺവെൻറ്റിലൊന്നും അത്രയും ഞങ്ങൾ ഭക്ഷണം ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല, ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അതിന് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ എല്ലാ കോൺവെൻറ്റിലും ഉണ്ട്. അങ്ങനെ ദാരിദ്ര്യമൊന്നും അധികം കാര്യമായിട്ടൊന്നും കാണാൻ വഴിയില്ല ഈ കാലഘട്ടത്തിൽ. സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് ഈശോ ഉള്ളിൽ ഒരു വലിയ ഉപേക്ഷയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോഴത്തെ സേഫ് സോൺ അതങ്ങ് ഉപേക്ഷിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴത്തെ സംതൃപ്തിയും ഇപ്പോഴത്തെ സന്തോഷങ്ങളും ഇപ്പോഴത്തെ ക്ഷണികങ്ങളായിട്ടുള്ള സന്തോഷങ്ങൾ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന, നിരാശയിൽ നീറിപ്പുകയുന്ന, സ്വസ്ഥതയില്ലാത്ത, ഭക്ഷണമില്ലാത്ത, മരുന്നില്ലാത്ത, കിടപ്പാടമില്ലാത്ത മക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി ജീവിക്കാൻ, അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ, ഇപ്പോഴത്തെ ഈ സേഫ് സോൺ അത് വിട്ടിറങ്ങാൻ മദർ തെരേസയോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. മദർ തെരേസ അനുസരിച്ചു, ഇറങ്ങുകയാണ്. 5 രൂപ നോട്ട് കൊടുത്തിട്ട് അമ്മ ഇറങ്ങി. കയ്യിലൊന്നുമില്ല, എവിടേക്ക് പോവും? ആര് നയിക്കും? ആര് സഹായിക്കും? എവിടെ പോയിട്ട് കിടന്നുറങ്ങും? ആര് ഭക്ഷണം തരും? ആര് കൂടെ ഉണ്ടാവും? ഒരു ടെൻഷനും ഇല്ല, ആനന്ദമാണ്, ഉള്ളിൽ ആനന്ദമാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതിലൂടെയൊക്കെ ഫേസ് ചെയ്യണം, ഈ അനുഭവങ്ങളിലൂടെയൊക്കെ പോകണം. പക്ഷെ മദർ തെരേസ ഷി വാസ് സോ ഹാപ്പി. അമ്മയുടെ ഉള്ളിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരടി പുറകോട്ട് വെച്ചില്ല, ധൈര്യമായിട്ട് മുന്നോട്ട്. എന്തേറെ ആൾക്കാർ പരാതി പറഞ്ഞു, എന്തേറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു, എത്ര അധികം പേര് കുറ്റപ്പെടുത്തി, എത്ര അധികം പേരുടെ വിമർശനങ്ങൾ കേട്ടു, എത്ര അധികം പേരുടെ നെഗറ്റീവ് റെസ്പോൺസസ് സ്വീകരിക്കേണ്ടി വന്നു. മദർ തെരേസ മടി പിടിച്ചില്ല, പുറകോട്ട് പോയില്ല, ധൈര്യമായിട്ട് മുന്നോട്ട്. കാരണം ഒന്നേ ഉള്ളൂ, ഉള്ളിൽ ആനന്ദമാണ്, ക്രിസ്തു നൽകുന്ന ആനന്ദം, ക്രിസ്തു നൽകുന്ന സന്തോഷം. ഈ ക്രിസ്തുമസിന് ഒരുങ്ങുമ്പം ഉപേക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാം. കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കാം, കുറേ കാര്യങ്ങൾ. ചിലപ്പോൾ ചില ഫോൺ കോൾസ് ആയിരിക്കും ഉപേക്ഷിക്കാൻ ഈശോ പറയാം, ചില ചാറ്റിങ് അത് വേണ്ടാന്നായിരിക്കും പറയാം, ചില ഫ്രണ്ട്ഷിപ്സ് അത് വേണ്ടാന്നായിരിക്കും പറയാം, ചിലപ്പോൾ ചില സുഖങ്ങൾ, ചില ഭക്ഷണ സാധനങ്ങൾ, ചില സന്ദർശനങ്ങൾ, ചിലത് വേണ്ടാന്ന് ഈശോ പറയും. അനുസരിക്കാൻ പറ്റുമോ? ഉപേക്ഷിക്കാൻ പറ്റുമോ? എങ്കിൽ യു ആർ ഗ്രേറ്റ്. അനുസരിച്ചാൽ, കർത്താവ് ഉപേക്ഷിക്കാൻ പറയണത് നീ ഉപേക്ഷിച്ചാൽ ഉറപ്പ് നിന്റെ ഉള്ളിൽ ഈ ക്രിസ്തുമസ് ഒരു ആനന്ദത്തിൻ്റെ ആഘോഷമായിട്ട് മാറും. ഈ ക്രിസ്തുമസ് നിന്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം തരും. പറയാൻ എളുപ്പമാണ്, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈശോ നമ്മളെ സഹായിക്കും. ഫ്രാൻസിസ് അസീസിനെ ഓർക്കണില്ലേ? ഒരു പ്രാവശ്യം കൂടെയുള്ള ബ്രദേഴ്സിനോട് പറഞ്ഞു, ബ്രദേഴ്സ് ഇവിടെ അടുത്ത് എവിടെയാണ് മുൾച്ചെടി ഉള്ളത്? അവർ പറഞ്ഞു, ദേ ഈ വഴി കൂടെ പോകണം, ആ വഴി കൂടെ പോകണം, അങ്ങോട്ട് തിരിയണം, അവിടെ ചെല്ലുമ്പോൾ കുറേ മുൾച്ചെടി ഉണ്ട്. ഓക്കെ, കണ്ടുപിടിച്ചു. മുൾച്ചെടി
കിടന്നങ്ങ് ഉരുണ്ട് മറിയാണ്. ടൈം പാസിന് പോയതല്ല, വെറൈറ്റി എൻ്റർടൈൻമെൻ്റ് ഒന്നുമല്ല, ചുമ്മാ ഒരു രസത്തിന് അതൊന്നുമല്ല. ഫ്രാൻസിസ് അസിസിയുടെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. ഈ ലോകത്തിൻ്റെ ക്ഷണിക സുഖങ്ങളുടെ മീതെ വിജയം വരിക്കണം, ഇതിൻ്റെ അടിയിലായി പോകല്ല, ഇതിൻ്റെ മീതെ കയറി നിൽക്കണം. മുള്ളെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് പാവം ശരീരം മുഴുവൻ കീറി മുറിഞ്ഞു, വിഷമായി, സങ്കടമായി. പക്ഷേ ഫ്രാൻസിസ് അസിസി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു, വിജയിച്ചിട്ട് തന്നെ എഴുന്നേറ്റു. ഇനി ഇവിടെ കിടക്കുന്ന പ്രശ്നമില്ല, ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഫുൾ എനർജിയിൽ, ഫുൾ ശക്തിയിൽ കർത്താവിൻ്റെ കൂടെ മുന്നോട്ട് പോകണം. എന്തോ ഒരു ആനന്ദത്തോടെയാണ് ഫ്രാൻസിസ് അസിസി മുന്നോട്ട് നീങ്ങിയത്. ജഡിക പ്രലോഭനങ്ങളെ മുഴുവനും അതിജീവിച്ചു ഒരൊറ്റ ഉപേക്ഷയിലൂടെ. മീതെ കിടന്ന് മുള്ളിൽ കിടന്ന് ഉരുളുകയാണ്. എത്രയോ വിശുദ്ധാത്മാക്കളുണ്ട്, നല്ല ഭക്ഷണം, ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണിയൊക്കെ എടുത്തിട്ട് പച്ചവെള്ളം കോരി കഴിക്കും. എന്തിനാണെന്നറിയാമോ? ആ ഒരു ഇഷ്ടം, ഭക്ഷണത്തോടുള്ള ചെറിയൊരു ഇഷ്ടം, അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എങ്കിലും അതുപോലും വേണ്ട, ചെറിയ കാര്യത്തിൽ പോലും ഈശോയ്ക്ക് മഹത്വം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈശോയെ സ്നേഹിക്കുകയാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, ഈശോയുടെ സ്നേഹം, ഈശോയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുകയാണ്, ഈശോയെ മാത്രം ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുകയാണ്. എത്രയോ ദിവസങ്ങൾ ഉപവാസം എടുത്തിട്ടുള്ള വിശുദ്ധരെ നമുക്കറിയാം, കഠിന ഉപവാസം എടുത്തിട്ടുള്ളവർ, മണിക്കൂറുകൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരെ നമുക്കറിയാം. ഒന്നേ ഉള്ളൂ കാരണം, ഹൃദയത്തിൽ ഈശോയെ കൊണ്ട് നിറയുകയാണ്. ഈ ഈശോയെ കൊണ്ട് നിറയുന്നതനുസരിച്ച് അവരുടെ ഹൃദയത്തിലെ ആനന്ദം നിറയും. അവരുടെ കൂടുന്നവർക്കൊക്കെ ഈ ആനന്ദമാണ്. ആരൊക്കെ അവരോട് ചേർന്ന് നിൽക്കുന്നുവോ അവരിലൊക്കെ ഈ ആനന്ദം നിറയുകയാണ്. 37-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം എങ്ങനെ പറയും? കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നീ കർത്താവിൻ്റെ കൂടെയാണോ? കർത്താവ് നിന്റെ ഹൃദയത്തിലുണ്ടോ? ഉറപ്പ് എങ്കിൽ നീ സമാധാനം അനുഭവിക്കും. നിന്റെ ആഗ്രഹങ്ങൾ ഫുൾ ഈശോ നടത്തി തരും, സംശയിക്കേണ്ട. കർത്താവിൻ്റെ കൂടെ നീ നിൽക്ക്, കർത്താവിൻ്റെ വലത് കൈ പിടിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോ. അങ്ങനെയെങ്കിൽ നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. മൊളോക്കോയിലെ വിശുദ്ധ ഡാമിയൻ, അതുകൂടെ പറയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എന്നാലും ഞാനൊന്ന് ഓർമ്മിക്കുകയാണ്. വിശുദ്ധ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് ചെല്ലുമ്പം ആരോഗ്യമുള്ള, കഴിവുള്ള, മിടുക്കനായിട്ടുള്ള വൈദികനായിരുന്നു, എല്ലാം കൊണ്ടും സമ്പന്നനായിരുന്നു. അവരുടെ ഇടയിൽ ചെല്ലുന്നു, സന്തോഷമായിട്ട് ശുശ്രൂഷിക്കുന്നു. അധികം വൈകാതെ കുഷ്ഠരോഗിയാകുന്നു. അതുപോലെ തന്നെ കുഷ്ഠരോഗിയായിട്ട് തന്നെ മരിക്കാൻ ഇടയാകുന്നു. ഇന്ന് സ്വർഗത്തിലിരുന്ന് അനേകം ശുശ്രൂഷകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ലോകത്തെ ഉപേക്ഷിച്ചു, ലോകസുഖങ്ങളെ ഉപേക്ഷിച്ചു, ക്രിസ്തുവിനെ നേടി, ക്രിസ്തുവിൻ്റെ സ്വന്തമായി, ക്രിസ്തുവിനെ ചങ്കില് കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെട്ടു, ക്രിസ്തുവിൻ്റേത് മാത്രമായിട്ട് മാറി. നമുക്ക് ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നല്ല ദിവസങ്ങളിൽ നന്നായിട്ട് ആഗ്രഹിക്കാം. ലോകത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പൊടിപടലം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ തുടച്ചു മാറ്റാം, മാറ്റിവെക്കാം. ഈശോ അല്ലാത്തതൊന്നും ഈ ഹൃദയത്തിൽ വേണ്ട. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊക്കെയും മാറ്റാം, ഈശോ ആഗ്രഹിക്കാത്തതൊക്കെയും മാറ്റാം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഏതൊരു ബന്ധമാണെങ്കിൽ പോലും നമുക്ക് മാറ്റിവെക്കാം. ഈശോ ഹൃദയത്തിൽ നിറയട്ടെ, ജീവിതത്തിൽ നിറയട്ടെ. സന്തോഷം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാം. നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, സന്തോഷം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ധാരാളം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സന്തോഷമില്ലാത്തവരുടെ അടുത്ത് നിൽക്കാൻ പോലും ഞങ്ങൾ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും വേണമെന്ന്. ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യത്തിലും സമാധാനമുള്ളവരായും സന്തോഷമുള്ളവരായും തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അമ്മ നിറയണേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.